ആ ഹദീസുകളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഹദീസുകളാണ് അൽ ഹാഫിള് നവവി റഹിമഹുല്ലാ ഈ അൽ അർബഊനിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത് അർബഊൻ നവവിയിലെ 42 ഹദീസുകൾ അത് വിശദീകരണ സഹിതം ഒരാൾ പഠിച്ചു കഴിഞ്ഞാൽ വലിയ പാണ്ഡിത്യം ഒരാൾക്കുണ്ടാകും എന്ന് പറഞ്ഞാൽ വലിയ പണ്ഡിതനാകുമെന്നല്ല. അഷ്ശൈഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാ അദ്ദേഹം ഒരു സ്ഥലത്ത് അൽ അർബഊനിന്റെ ദൗറ നടത്തി പോന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു സാധാരണക്കാരൻ അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് എല്ലാം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ സാധാരണക്കാരൻ ഷേഖിനോട് പറയാണ്, എനിക്കിത് പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയൊരു പാണ്ഡിത്യം കിട്ടിയതുപോലെ തോന്നുകയാണ്. ആളുകൾ ഏതൊരു വിഷയം ചോദിക്കുമ്പോഴും എനിക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു അടിസ്ഥാനം എനിക്ക് മനസ്സിലാക്കാനും പറഞ്ഞു കൊടുക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. അവര് ഹിഫ്ളോട് കൂടിയാണ് ആ ദൗറ പൂർത്തിയാക്കിയത്. ഏതൊരു കാര്യം ചോദിക്കുമ്പോഴും ഇസ്ലാം കാര്യങ്ങളെ കുറിച്ച്, ഈമാൻ കാര്യങ്ങളെ കുറിച്ച്, നിയത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ കുറിച്ച് ഒരുപാട് അടിസ്ഥാനം, ബിദ്അത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അടുത്ത ഹദീസ് വരുന്നുണ്ട്. അങ്ങനെ ദീനിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് അടിസ്ഥാനങ്ങൾ ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. വലിയ വിശദീകരണം ഓരോ ഹദീസുകൾക്കും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ അങ്ങനെ പഠിച്ചത് കാരണത്താൽ അദ്ദേഹത്തിന് വലിയൊരു പാണ്ഡിത്യം, ഒരുപാട് അറിവുകൾ ലഭിച്ചതുപോലെ എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞത് ഷെയ്ഖ് പിന്നീട് പറയുന്നത് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പഠിക്കേണ്ടതും എന്നാൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നതുമായ ഹദീസുകളാണ് യഥാർത്ഥത്തിൽ ഈ ഒരു കിതാബിലുള്ളത്. അതുകൊണ്ട് ഓരോരുത്തരും വളരെ ഗൗരവത്തിൽ നമ്മൾ പഠിക്കണം. ഞാൻ പറയുന്നത് ഈ ഒരു ക്ലാസ്സിനെ മാത്രം നിങ്ങൾ അവലംബിക്കേണ്ടതില്ല. കാരണം നമ്മുടെ സമയക്കുറവും മറ്റുമൊക്കെ കാരണം നമ്മൾ മാസത്തിൽ ഒരൊറ്റ ദിവസമാണ് ഇതിനുവേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതല്ലാതെ തന്നെ അൽഹംദുലില്ലാ നിങ്ങൾക്ക് ഓൺലൈനായും മറ്റുമൊക്കെ ഒരുപാട് സംവിധാനങ്ങൾ മലയാളത്തിൽ തന്നെ ഈ ഹദീസുകളുടെ വിശദീകരണം കിട്ടുന്നുണ്ട്. അപ്പൊ ഓരോരുത്തരും ഇതൊരു പഠിക്കാൻ വേണ്ടി മാറിയിരുന്നു കൊണ്ട് എന്ത് ചെയ്യുക, ഒരു നോട്ട്ബുക്കൊക്കെ എടുത്ത് പ്രത്യേക സമയമൊക്കെ നിശ്ചയിച്ച് നമ്മൾ തന്നെ വീഡിയോ ക്ലാസ്സുകൾ തന്നെ ഉണ്ട്. അൽ അർബഊൻ നവവിയുടേത് ഒരുപാട് ആളുകൾ എടുത്തതുണ്ട്. അത് കേൾക്കുക, എന്നിട്ട് നന്നായി ഹദീസുകൾ ഹിഫ്ലാക്കാൻ സാധിക്കുന്ന ആളുകൾ ഹിഫ്ലാക്കുക, ആ വിശദീകരണങ്ങളൊക്കെ പരമാവധി എഴുതിയെടുക്കുക. എന്നിട്ട് അത് എപ്പോഴും പഠിക്കുകയും മുറാജഅ ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ ഉപകാരമുള്ള കാര്യമായിരിക്കും എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്.